ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചാസി ഫാമിലി. സോ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഔട്ടിങ്ങിലെ മെയിൻ ആളായിരിക്കും ഒരു പില്ലോ എന്ന് പറയുന്നത്. ഞങ്ങളിങ്ങനെ പില്ലോ എടുക്കാൻ കാരണം ഭയങ്കര കംഫർട്ടബിളാണ്. കുറച്ച് നേരമൊക്കെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് പെയിനൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ പില്ലോ. അപ്പോൾ ഞങ്ങൾ ട്രാവൽ എസൻഷ്യൽ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പില്ലോ എന്ന് പറഞ്ഞത്. പിന്നെ വണ്ടിയിൽ കയറിയുടെ വല്ലതും കഴിക്കുക എന്നതും അടുത്ത ഞങ്ങൾ ുള്ളി ജലം നീ കണ്ടോ കാർമേഘങ്ങളകലയകലയകലയുറവകൾ പറ്റി മഴ പെയ്യുന്നു ഞാനും നീയും നാടു കടലിലാണോ ജനമതിലെത്തിലാണോ അങ്ങനെ നടിക്കുന്നതാണോ ലോകം ഒരു ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോഴും പുതിയ വരപ്പിക്കുന്ന വാർത്തകൾ നമ്മളങ്ങ് പോണേ ദൈവത്തിന്റെ മാത്രം അറിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് മാറ്റി എഴുതിയ നിയമക്കഥനകൾ ജനാധിപത്യമെതിരെ സ്വതന്ത്രരെന്ന് പറയും പക്ഷം ഭൂരിപക്ഷം പെരുമാടി നട്ടത്തിന്റെ സ്വജാതിപത്യത്തിലേക്കും വീണുകൊണ്ടിരിക്കും പ്രിയ ജനമേ കണ്ണടച്ചുമായി നിറഞ്ഞു കണ്ണന്മാരെ വാഗ്ദാനം പറഞ്ഞു തരാം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് നെയ്യാർ എക്കോ ടൂറിസത്തിലോട്ടാണ്. ഇത് ഞങ്ങളുടെ പ്ലാൻ ഇല്ലാത്ത ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ഒരു വളരെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഈ നെയ്യാർ എക്കോ ടൂറിസം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ഇപ്പം മൺസൂൺ സീസണും കൂടെ ആയ ടൈം ആയതുകൊണ്ട് ഡാമിലൊക്കെ വെള്ളം ഷട്ടർ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വെള്ളം ഭയങ്കരമായിട്ട് പോകുന്നു. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങളിപ്പം ഡാം ടോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ തേക്കലും കാര്യമൊക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നേരെ ഞങ്ങൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ കൂടെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് നേരെ ഡാം ടോപ്പിലോട്ട് പോയിട്ട് അവിടെ ഞങ്ങൾ വളരെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡാം ടോപ്പിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ഡാം ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇനി കുറച്ച് റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഞങ്ങളൊരു 45 hours ട്രാവലിംഗ് കഴിഞ്ഞ് ഇവിടെ എത്തുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എന്തായാലും എവിടെ പോയാലും വളരെ കാം ആൻഡ് എൻജോയ് ചെയ്യുന്നു. വളരെ മൈൻഡ് ഭയങ്കര കാമായിട്ട് ഭയങ്കര റിഫ്രഷ് മൈൻഡിൽ ആയിരിക്കണമല്ലോ എപ്പോഴും. അപ്പോൾ അതിന് ഞങ്ങൾ വളരെ ഭയങ്കര കാമായിട്ട് ഒട്ടും ഫാസ്റ്റായിട്ടായിരിക്കില്ല കേട്ടോ ഞങ്ങൾ യാത്രകളും കാര്യങ്ങളും വളരെ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് സ്നാക്സ് കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാ ട്രാവൽ വീഡിയോസും കാണുമ്പോഴൊക്കെ മനസ്സിലാവും ഞങ്ങൾ പോകുമ്പോഴൊക്കെ കുറേ സ്നാക്സ് കയ്യിലെടുക്കും. പുറത്ത് പോയിരുന്നിങ്ങനെയൊക്കെ ഒരു തമാശ പറഞ്ഞൊക്കെ കഴിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഡാം ടവർ ഉണ്ട്. ഈ ടവർ ടോപ്പിൽ പോയി നിന്ന് കുറേ പ്ലേസ് കവർ ചെയ്യാൻ പറ്റും. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ടവർ ടോപ്പിലോട്ട് കയറുകയാണ്. ഈ ഒരു പ്ലേസിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. അവർ കയറിയിട്ടില്ല, ഞങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു ടവർ ടോപ്പിലോട്ട് കയറിയിട്ടുള്ളത്. നെയ്യാർ ഡാമിൻ്റെ തന്നെ ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഫേസ് ചെയ്തിരിക്കുന്ന ലൈൻ സഫാരി പാർക്ക് അങ്ങോട്ട് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിങ് കാണാൻ പറ്റും. പിന്നെ ഈ തേക്കൽ പിന്നെ ഫുൾ ഇങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ. ഫുൾ നമുക്കിങ്ങനെ ഒരു 360 ചെയ്ത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്നതാണ് ഡാമിൻ്റെ ആ ഒരു ടോപ്പിലെ ഏരിയ. ഇവിടെ കൂടെ നമുക്ക് അങ്ങോട്ട് നടന്ന് പാസ് ചെയ്ത് പോകാൻ പറ്റും. കുറേ എനിക്കൊന്നൊരു ഹാഫ് ഡേ ഒക്കെ ഇപ്പം ലയൺ സഫാരി പാർക്കിലും ബോട്ടിലൊക്കെ പോകുന്നവർക്ക് 1 day സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റും. അല്ലാതെവർക്കും ഒരു ഹാഫ് ഡേക്ക് വളരെ സൂപ്പറായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് പ്ലേസിലേക്ക് യാത്ര തിരിച്ചു. ഇനി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് കലാപരിപാടിയാണ് കേട്ടോ. കാറിൽ എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും അത്രമാത്രം ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ബിക്കോസ് എവറി മൊമെൻറ്റ്സ് ആർ വെരി പ്രഷ്യസ്. സോ ഒരു മൊമെൻറ്റ്സും നമ്മളിങ്ങനെ വിട്ട് കളയാൻ പാടില്ല. എവിടെ ആയിരിക്കും അവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പൊന്മുടിയിലോട്ടാണ് കേട്ടോ. പൊന്മുടിയിലോട്ട് എല്ലാവർക്കും അറിയായിരിക്കും സെറ്റ് ക്ലൈമറ്റാണ് ഇപ്പോൾ പൊന്മുടിയിലോട്ടുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ ഒരു വാട്ടർഫോൾസ് ഉണ്ട് മീൻമുട്ടി, അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് പറഞ്ഞത് ഭയങ്കര മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വെള്ളമാണ്, ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് ഉണ്ട്. കുറേ ആളുകൾക്കൊക്കെ
കുറച്ച് അബദ്ധമൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ ഇപ്പോൾ എങ്ങോട്ട് ഇറക്കുന്നില്ല, ജസ്റ്റ് നമുക്കൊരു ഓക്കിന് വേണ്ടി അങ്ങോട്ട് പോയിട്ട് വരാം, അല്ലാതെ വെള്ളത്തിലൊന്നും ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചിട്ട് പൊന്മുടി ഹിൽ ടോപ്പിലോട്ട് തന്നെ പോകുന്ന പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 22 ഹെയർ പിൻസ് കയറി വേണം ഏറ്റവും ടോപ്പിലോട്ട് എത്താൻ വേണ്ടി. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു മൺസൂൺ സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് പറയും പൊന്മുടി. പിന്നെ ഞങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്, പക്ഷേ അത് അവിടെ ക്ലോസ് ആക്കിയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളത് മാറ്റിയത്. ഇറങ്ങി പോണോ പിന്നെ നേരെ ഇത് ഓപ്പൺ ചെയ്തെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള ഒരു കുട്ടി സംഭവമാണ് കേട്ടോ. ഇവിടെ നിറച്ച് വെള്ളം, നോർമലി നിറച്ചല്ല, ഇങ്ങനത്തെ ഇടത്തരം വെള്ളം എപ്പോഴും കാണും. പിന്നെ അവരെല്ലാവരും താഴ്ന്നു. ഞങ്ങൾ അതിൻ്റെ മുകളിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും മുകളിലോട്ട് ഇങ്ങനെ പോവുകയാണ്. എവിടെ നിന്നാണ് ഈ വെള്ളം പറഞ്ഞതെന്ന് അറിയണമല്ലോ. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി, ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ തൊട്ട് പുറകെ പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെ പോയി എത്തിയിട്ടുണ്ട്, പക്ഷേ ഇനി അകത്തോട്ട് പോകാം. അത് ഭയങ്കര എന്താ പറയുക, അങ്ങോട്ട് ആരും പോകത്തില്ല. അപ്പോൾ അത്ര ഇതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വന്നു. അപ്പോൾ നല്ല അകത്തുനിന്നാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഭയങ്കര രസമുണ്ട് അവിടെ നിന്നത് കാണാനൊക്കെ. ഞങ്ങൾ പിന്നെ ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി. പിന്നെ ഇവിടെ ഭയങ്കര സേഫൊന്നും അല്ല, കാരണം എന്തെങ്കിലും പാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് താഴോട്ട് ഇറങ്ങി. എല്ലാവരും താഴെ നിൽക്കുമ്പോൾ നമ്മൾ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിരിക്കണമല്ലോ. അവിടെ എന്ത് മുകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് കയറിയത്. പിന്നെ കാര്യമായിട്ടൊന്നും കണ്ടില്ല എങ്കിലും രസമുണ്ട്. പിന്നെ അവിടെ ഒരു തേയിലത്തോട്ടമുണ്ട് കേട്ടോ, കുറച്ച് ഏരിയയിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടും അവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ സ്പോട്ട് തന്നെയായിരുന്നു. ഭയങ്കര രസമുണ്ടായി. ഞങ്ങൾ തന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനും പറ്റിയൊരു സ്പോട്ട്. പൊന്മുടിയിലോട്ട് പോകുന്നവർക്ക് കുറച്ച് നേരം ഇവിടെ വളരെ സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു കിട്ടിലും ഫോട്ടോ സ്പോട്ടും കൂടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുകളിലോട്ടൊക്കെ എത്തുന്നത് നിറച്ച് കടകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഉപ്പിലിട്ടതും പിന്നെ ചായ, ബജി, ഇങ്ങനത്തെ ഒക്കെ മിക്ക സാധനങ്ങളും കിട്ടും. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ടോപ്പിലോട്ട് പോവാണ് കേട്ടോ. സോ ഇവിടെ നമുക്കൊരു എൻട്രി ടിക്കറ്റ് ഞങ്ങൾ താഴെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാറിനും എല്ലാവർക്കും കൂടെ ഒക്കെ 250 രൂപ എന്തോ ആയിരുന്നു. ആ പാസ് ഒന്ന് ഇവിടെ കാണിക്കണം. നേരത്തെ എടുക്കാത്തവർ ഇവിടെ വന്നിട്ട് ആ പാസ് എടുത്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് വേണം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ കുഞ്ഞാഗ്രഹമായിരുന്നു മഴ വേണമെന്ന്. അതെന്തായാലും നടന്നു. ടോപ്പിലെത്തുമ്പോൾ തന്നെ മഴ തുടങ്ങി. എന്താണ് മഴ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ, അപ്പം ഈ കോട വളരെ പെട്ടെന്ന് ഇറങ്ങാൻ ഭയങ്കര നൈസ് ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും മഴ പെയ്തിട്ട് നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒരിക്കലും ബോറാവത്തില്ല. കാരണം ഹെവി റെയിൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മോഡറേറ്റ് റെയിനാണ് കേട്ടോ. അപ്പം കോടയും മോഡറേറ്റ് റെയിനും കൂടെയൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കയറി തുടങ്ങിയ ഉടനെ തന്നെ ഞങ്ങളിങ്ങനെ കോട കാണാൻ വേണ്ടി തുടങ്ങി. പിന്നെയുള്ള വൈബ് പറയാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് നൈസായിരുന്നു. ഞങ്ങൾ ഏഷ്യ അങ്ങ് ടോപ്പിലോട്ടൊക്കെ എത്തിയപ്പോൾ പിന്നെ കോട കൊണ്ട് ഫുൾ സെറ്റായി. പിന്നെ ഒരു വളരെ റെയിനാണ്, അതുകൊണ്ട് നമുക്ക് ആർക്കും വലിയ ദോഷമൊന്നുമില്ല. ഭയങ്കര കൂളായിട്ടൊരു ക്ലൈമറ്റ്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി വന്നപ്പോൾ ഇത്രയും തിരക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പം കറക്റ്റ് ഒരു
സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 1 മണി. പക്ഷെ അതിൻ്റെ ഒരു ഇതും കാണാനില്ല, അത്രയ്ക്കും കോട കൊണ്ടെന്ന് പറഞ്ഞ്. നോർമൽ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് ഇവിടെ കോട ഇറങ്ങുന്നത്. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. അതാണ് ഈ ഒരു മോഡറേറ്റ് റെയിൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കോട ഇറങ്ങും. ഭയങ്കര കൂൾ ക്ലൈമറ്റും ആയിരിക്കും കേട്ടോ. നോക്ക് അങ്ങോട്ട് നോക്ക്, ആരെയും കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത് ഞാൻ പോകാതെ അല്ലേ എവിടെ പോയിട്ട് ഇങ്ങോട്ട് പാടി ഇത്തിരി എടുക്കടി ഇങ്ങോട്ട്. എന്തൊരു മഞ്ഞ അടിപൊളി. അങ്ങോട്ട് ഞാൻ കുറച്ചും കൂടി. ഞങ്ങളെല്ലാവരും നേരത്തെ പൊന്മുടിയിലോട്ട് പോയിട്ടുള്ളവരാണെങ്കിലും പക്ഷേ ഈ ഒരു ഉച്ച സമയത്ത് ഇത്രയും കോട കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ലൈമറ്റ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ ഊട്ടിയിലും മൂന്നാറൊന്നും പോയി പോലും ഇത്രയും കോടയും അല്ലെങ്കിൽ ഇത്രയും ഒരു മഞ്ഞൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയും രസമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കണമെന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ചിക്കനും മീനും മുട്ടയും ഒക്കെ മരിച്ചിനൊക്കെ ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടോ. അത്രയ്ക്ക് ഭയങ്കര നല്ല രസം. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലെ നിറച്ച് പേര് അവിടെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവച്ച് കഴിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലൈമറ്റിൽ ഇരുന്ന് കഴിക്കുന്നത് അതിമനോഹരമാണ്. പിന്നെ അവിടെ വളരെ ക്ലീൻ എൻവയോൺമെൻറ്റാണ്. അതുകൊണ്ട് വളരെ വളരെ നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടെ വേസ്റ്റും കാര്യമൊന്നും ഇടരുത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരിക്കലും അവിടെ ഉപേക്ഷിച്ച് പോകരുത് കേട്ടോ. ഞങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. കാരണം അത്രയും നാച്ചുറലായിട്ട് ഭയങ്കര ഉള്ളൊരു പ്ലേസാണ് കേട്ടോ. ഒരിക്കലും ഞങ്ങൾ അവിടെ വേസ്റ്റും കാര്യം ഇട്ടിട്ട് പോകല്ലേ. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ ടോപ്പിലോട്ടൊക്കെ കയറി കുറച്ച് നേരം കഴിയുമ്പോൾ കോട വരും പോവും ആ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന ടൈമിലുള്ള കോട ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒക്കെ എല്ലാം കാണാൻ പറ്റും. കോട വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, അത്ര ഇതാവും. പക്ഷേ കോട പോയാലും ഭയങ്കര ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു ഉള്ളത്. ഇടയ്ക്ക് കുഞ്ഞു ചാറ്റൽ മഴയും ആ ഒരു ഇതായിരുന്നു. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് 2 ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പോവായിരുന്നു. ഈ ഒരു സെറ്റപ്പൊക്കെ ഇപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താണ്. ഇപ്പോഴല്ല, ഇച്ചിരി നാളായിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ പൊന്മുടിയിൽ വരുന്നവർക്ക് വൈബിച്ചിട്ട് കൂടെ കൂട്ടും. കുഞ്ഞു റിസോർട്ട് പോലെയും കാര്യമൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ഐസ്ക്രീമും കഴിയും. കോണൊക്കെ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അവിടെ കഴിഞ്ഞു കൂടെ. ഞങ്ങൾ മിക്കവാറും പോകുമ്പോഴും കോൺ ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കുട്ടി ക്ലിപ്സാണ് കേട്ടോ. കാരണം നമ്മൾ എൻജോയ് ചെയ്യണതും അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യത്തിലോട്ട് ഇങ്ങനെ ഇൻവോൾവ് ആകും. പിന്നെ വീഡിയോസ് എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ മൈൻഡിൽ നിന്ന് അങ്ങ് പോകും. കാരണം എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ഒരു ടൈമിൽ വേണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ടൈമിൽ വീഡിയോസ് എടുക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ലാസ്റ്റിൽ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊരു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ഭയങ്കര കോടയൊക്കെ വന്ന് പിന്നെ ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതുവരെയും വീഡിയോസൊന്നും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കത്തില്ല. എല്ലാം അവിടെ പോയിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. കൊണ്ട് നിറച്ച് നല്ല ആളുണ്ട് കേട്ടോ. നിറയെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നിൽക്കുന്തോറും കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകുമ്പോൾ ടാറ്റാ പൈപ്പയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭയങ്കര കിട്ടിലം വൈപ്പുള്ള അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു ഫാമിലി ഔട്ടിങ്ങൊക്കെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ് നേരെ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോകുന്ന വഴിക്ക് ഈവനിങ് ഒക്കെ ആകുമ്പം ഈ സ്നാക്സും ആ ഷോപ്പൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവും കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് തേയില മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഞങ്ങൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് അത് യൂസ് ചെയ്ത് നോക്കിയപ്പം നല്ല ക്വാളിറ്റി നമുക്കത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഹെയർ പിൻസൊക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇരുട്ട് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരിക്കുന്നു. ഇതുകൂടെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. ഹെയർ പിന്നൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ കയറി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതൊരു ടാറ്റാ ബൈ ബൈ. സീ യു. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്